+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റും സെക്കൻഡ് സെമിസ്റ്റർ എക്സാംസ് ഒരുമിച്ച് എഴുതാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും വരുന്ന സംശയങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംശയങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് എക്സാംസ് നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റുമോ എന്ന് പലർക്കും വരുന്ന സംശയമാണ്. പക്ഷേ നമുക്കിപ്പോൾ സെമിസ്റ്റർ 1, സെമിസ്റ്റർ 2 എന്നുള്ള രൂപത്തിലാണ്. അതായത് ആദ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇയർ വൈസ് ആയിരുന്നു എക്സാംസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് നിലവിൽ സെമിസ്റ്റർ വൈസ് ആണ് എക്സാം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഒരുപാടുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് എക്സാം എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സെമിസ്റ്റർ വൈസ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഫസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മും ഒരുമിച്ച് നമുക്ക് എഴുതാനുള്ള ഒരു സർക്കുലർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനിയിപ്പം അതല്ല, ഇനി ഫസ്റ്റ് സെമ്മും അതുപോലെ സെക്കൻഡ് സെമ്മും ഒരുമിച്ച് എഴുതാം എന്നുള്ള നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പം നിലവിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് എക്സാം എഴുതാനുള്ള ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. ഇപ്പം നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളിപ്പോൾ എത്ര സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ഉള്ളത്, ആ ഫസ്റ്റ് സെമ്മിൽ അത് കംപ്ലീറ്റ് ചെയ്ത് എക്സാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റും പ്രോപ്പർ ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ സെക്കൻഡ് സെമ്മും അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ഏത് ടൈമിലാണോ വരുന്നത് ആ ഒരു ടൈമിലാവണം എക്സാം എഴുതാനായിട്ട്. അതുപോലെ അസൈൻമെന്റ് പറയുന്ന ടൈം അനുസരിച്ച് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതല്ലാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അസൈൻമെന്റും നമുക്കൊരു ഡേറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫസ്റ്റ് സെം ആണെങ്കിലും അതല്ല സെക്കൻഡ് സെം ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, എക്സാമിന്റെ കേസ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ NOS-ലൊക്കെ ഉള്ള പോലെ തന്നെ അല്ലെങ്കിൽ ഇഗ്നോയുടെ കാര്യങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്കിപ്പോൾ ഒരുമിച്ച് എക്സാം എഴുതാൻ പറ്റില്ല. സെമിസ്റ്റർ വൈസ് മാത്രമേ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്